ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജലന്ധറിലും ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ? ജമ്മു കാശ്മീരിലെ ജമ്മു പഞ്ചാബ് ഈ രണ്ട് മേഖലകളിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ബൽറാം, എന്താണ് അവിടങ്ങളിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ കരസേന തന്നെ ഈ സാംബ സെക്ടറിലെ ഡ്രോൺ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ വാർത്താ ഏജൻസി നൽകിയ ദൃശ്യങ്ങൾ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഉധംപൂരിലേക്ക് വന്നത് കരസേനയുടെ നോർത്തേൺ കമാൻഡ് ആസ്ഥാനവും വ്യോമതാവളവും ലക്ഷ്യം വെച്ചാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വീണ്ടും പാകിസ്ഥാൻ ഈ അതിർത്തി ലംഘനത്തിന് ശ്രമിക്കുകയാണോ? വിജയകുമാർ, ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് മുമ്പ് ഉള്ള രാത്രികളിൽ എങ്ങനെയായിരുന്നു ഈ 4 സംസ്ഥാനങ്ങളിലെ ആകാശത്ത് ഉണ്ടായിരുന്നത് ഡ്രോൺ സാന്നിധ്യം? സമാനമായ നീക്കങ്ങൾ ഇപ്പോൾ 4 ഇടങ്ങളിൽ നടക്കുന്നു. അത് അമൃത്സർ ഉണ്ട്, ഒപ്പം തന്നെ ജമ്മുവിലെ സാംബ ഉണ്ട്, ഉദ്ധംപൂരുണ്ട്. ഇതുകൂടാതെ ജലന്ധറിലും സമാനമായ നീക്കങ്ങൾ നടക്കുന്നു. ഉദ്ധംപൂരിൽ നിർണായകമായ ശ്രമങ്ങളാണ് ഈ ഡ്രോൺ വഴി നടത്തിയത് എന്നാണ് കരസേനയുടെ വിലയിരുത്തൽ. കരസേന നോർത്തേൺ കമാൻഡ് ആസ്ഥാനം, ഒപ്പം വ്യോമതാവളം എന്നിവ ലക്ഷ്യം വെച്ചാണ് ഈ ഡ്രോണുകൾ എത്തിയത് എന്നും വ്യോമ പ്രതിരോധ സംവിധാനം ഇവയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്നുമാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. സമാനമായ ശ്രമം ജലന്ധറിലും ഉണ്ടായിരിക്കുന്നു. ജലന്ധറിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡ്രോണുകളെ തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഡ്രോൺ നീക്കം വ്യോമഗതാഗതത്തെയും ബാധിച്ചിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്ക് പുറപ്പെട്ട വിമാനം, ഇൻഡിഗോ വിമാനം, തിരികെ ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്, അമൃത്സറിൽ ഇറങ്ങാതെ. കാരണം ഡ്രോൺ സാന്നിധ്യത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെയും ബ്ലാക്ക് ഔട്ടിൻ്റെയും പശ്ചാത്തലത്തിലാണ് വിമാനം അമൃത്സറിൽ ഇറക്കാതെ മടങ്ങിയത്. ഇന്നാണ് രാജ്യത്തെ 32 വിമാന താവളങ്ങളും തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൃത്സർ, ചണ്ഡീഗഡ്, ശ്രീനഗർ, ജമ്മു അടക്കമുള്ള വിമാനത്താവളങ്ങൾ വൈകിട്ട് മുതൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനിടെയാണ് വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ധാരണാ ലംഘനം ഉണ്ടാവുകയും 4 ഇടങ്ങളിൽ പഞ്ചാബിലും ഒപ്പം തന്നെ ജമ്മു കശ്മീരിലുമായി 4 നഗരങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയും ഈ ഡ്രോണുകളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ആശങ്ക വേണ്ട എന്നും എല്ലാ ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞ് തകർക്കുന്നുണ്ട് എന്നുമാണ് പ്രതിരോധ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നത്. എന്നാൽ ജാഗ്രതയുടെ ഭാഗമായി ഈ 4 നഗരങ്ങളിലും നിലവിൽ ബ്ലാക്ക് ഔട്ടും ഒപ്പം തന്നെ ജാഗ്രതാ മുന്നറിയിപ്പ്, അപായ സൈറന്റെ രൂപത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിട്ടുണ്ട്. വിജയകുമാർ, ബൽറാം പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് ചിലപ്പോഴെങ്കിലും ഈ മേഖലയിലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. ഹോഷിയാർപൂരിലെ ചില മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചു, ജലന്ധറിലെ ചില മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചു. നടപടി ജാഗ്രതയുടെ ഭാഗമാണ് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. നേരത്തെ ജലന്ധറിലും ഡ്രോണിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന വിവരം വന്നിരുന്നു. സാംബയിലാണ് അത് ആർമി കൂടി സ്ഥിരീകരിക്കുന്നത്. എല്ലാ ഡ്രോണുകളും അവിടെ നശിപ്പിച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും തകർത്തിട്ടുണ്ട്. അരമണിക്കൂറായി ഡ്രോൺ സാന്നിധ്യമില്ല എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്, സാംബയിൽ നിന്ന് വരുന്നത്. അല്പസമയത്തിനകം ശ്രീനാഥ് ചന്ദ്രൻ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഇതിൽ ഇപ്പോൾ വിമാന സർവീസുകൾ ഒരുപക്ഷെ ഇപ്പോൾ ബാധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ നിലയിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ എയർ സ്പേസിലൂടെ ഈ സിവിലിയൻ വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് വിമാനത്താവളങ്ങളൊക്കെ പ്രവർത്തനം തുടങ്ങിയതേ ഉള്ളൂ, പല വിമാനത്താവളങ്ങളും പ്രവർത്തിച്ചു തുടങ്ങിയതേ ഉള്ളൂ പൂർണ്ണ തോതിൽ. അതിനിടെയാണ് വീണ്ടും ഇത്തരം ഭീഷണികൾ ഉണ്ടാകുന്നത്. ഔദ്യോഗികമായി എന്തെങ്കിലും വിശദീകരണങ്ങൾ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച്? വിജയകുമാർ, ഔദ്യോഗികമായ വിശദീകരണം ഈ വിഷയത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഡ്രോൺ സാന്നിധ്യത്തിൻ്റെ സാഹചര്യമായാലും അതിനെ നേരിടാൻ കഴിയുന്നു എന്ന വിവരമായി കഴിഞ്ഞാലും കൃത്യമായി തന്നെ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുവരെയും യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ തുടർച്ചയായുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 ഇടങ്ങളിലാണ് ഈ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ 2 ഇടങ്ങളിലും ഒപ്പം തന്നെ പഞ്ചാബിലെ 2 ഇടങ്ങളിലുമാണ് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയും അവ ഇന്ത്യയുടെ
വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി തന്നെ ഇടപെടുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായാണ് ഇവിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാകുന്ന ഒന്ന് വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത് സമാധാനം 2 ദിവസമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിനായി പ്രത്യേക നോട്ടം പുറത്തിറക്കിയത്. തുടർന്ന് വിമാന സർവീസുകൾ പുനരാരംഭിച്ചുവെങ്കിലും പൂർണ്ണ തോതിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷത്തിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് അത്രത്തോളം വിമാന സർവീസുകളിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ അത് പൂർണ്ണ തോതിൽ ആകാനിരിക്കുകയാണ്. ഇത്തരത്തിൽ വിമാന സർവീസിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയും ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം തിരികെ ഡൽഹിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പുതിയ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇത്തരത്തിലുള്ള ധാരണാ ലംഘനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരുകയാണെങ്കിൽ തുടർന്നുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ഉറപ്പാണ്. അക്കാര്യം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ DGMOമാർ വിശദീകരിച്ചതുമാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ ധാരണയ്ക്ക് വിപരീതമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ അതിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പോടുകൂടി തന്നെയാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നടപടികളും ഏറെ നിർണായകമായിരിക്കും. നിലവിൽ ഈ ഡ്രോൺ സാന്നിധ്യം ഔപചാരികമായിട്ടല്ലെങ്കിൽ പോലും ഇക്കാര്യം ഡ്രോണുകൾ കണ്ടെത്തിയ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുമുണ്ട്. വിജയകുമാർ.